1970-കളിൽ മലബാറിലെ എല്ലാ ഗ്രാമങ്ങളിലും പട്ടിണിയുടെ കാലങ്ങളായിരുന്നു. ഗൾഫ് നാട് വന്നതിന് ശേഷമാണ് പട്ടിണികൾക്കൊക്കെ ഒരു മാറ്റം വന്നിട്ടുള്ളത്. ഇന്ന് കാണുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങളും മറ്റും എല്ലാം നിർമ്മിതമായിട്ടുള്ളത് ഒരുപാട് ആളുകൾ ജീവൻ ത്യാഗം ചെയ്തിട്ട് ഗൾഫിലേക്ക് പറിച്ച് നടപ്പെട്ടപ്പോഴാണ് അവരുടെ കുടുംബവും നാടും വികസിച്ച് വന്നിട്ടുള്ളത്. 1970 അതുപോലെ 70 കാലഘട്ടങ്ങളിൽ വീട്ടിലെ പ്രയാസങ്ങളും പട്ടിണികളുമായിട്ട് ഒരു 18 വയസ്സുകാരൻ സയ്യിദ് എന്ന് പറയുന്ന ഒരാൾ ബോംബെയിലേക്ക് വണ്ടി കയറി. നമ്മുടെ നാട്ടിലൊക്കെ പട്ടിണികൾക്ക് ഒരു അറുതി വരുത്താൻ ആദ്യമായിട്ട് നമ്മൾ ആളുകൾ വണ്ടി കയറുന്ന സ്ഥലമായിരുന്നു മുംബൈ. ബോംബെയിലെത്തി ബോംബെ തെരുവുകളിൽ അലഞ്ഞ് നടന്നൊരു ജോലിക്ക് വേണ്ടി പ്രയാസപ്പെട്ട് പട്ടിണി കിടന്ന് പ്രയാസപ്പെട്ട് ദാലും റൊട്ടിയും മാത്രം കഴിച്ച് നടന്നിരുന്ന ആ ബാലൻ ജീവിതത്തിൽ വിജയിക്കണം, കൂടെയുള്ള ആളുകളെ വിജയത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തണം എന്ന ദൃഢനിശ്ചയമുണ്ടായ ഒരു കൊല്ലം മുംബൈയിൽ ജോലി ചെയ്ത് തിരികെ വന്നിട്ട് മുംബൈയല്ല എൻ്റെ സ്വപ്ന നഗരി, അത് ഗൾഫ് നാടാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം 19ാമത്തെ വയസ്സിൽ 1974 അദ്ദേഹം മാർച്ച് 31 ദുബായിലേക്ക് ഗൾഫിലേക്ക് കപ്പൽ കയറുകയാണ്. അതെ, ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്ന സ്റ്റോറി സിൽവാൻ ബിസിനസ് ഗ്രൂപ്പിന്റെയും അൽബസറ ഗ്രൂപ്പിന്റെയും അൽസമ്ര ഗ്രൂപ്പിന്റെയും വിപിയുടെയും അതുപോലെ തന്നെ ഇന്ന് കേരളത്തിൽ നിന്ന് മാനുഫാക്ചർ ചെയ്ത് വേൾഡിലേക്ക് പോകുന്ന ബേബി വിറ്റ ഗ്രൂപ്പിന്റെയും പുത്തനത്താണിയുള്ള അലാമാളിന്റെ ഒക്കെ ചെയർമാൻ, ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങളുടെ ചെയർമാൻ ആയിട്ടുള്ള സെയ്ദക്ക എന്ന് വിളിക്കുന്ന VP സെയ്താലിക്കുട്ടി ഹാജിയുടെ ജേണിയാണ്. കഠിനാധ്വാനം കൊണ്ട് അച്ചീവ്മെന്റുകൾ നേടിയെടുത്ത, ഒരുപാട് ആളുകൾക്ക് സ്വപ്നം കാണാൻ പഠിപ്പിച്ച, ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണുനീർ തുടച്ചു നീക്കിയ ആ മഹാമനുഷ്യന്റെ യാത്ര നമുക്ക് ഒരുമിച്ച് കാണാം. വാണിയമ്പേടിയക്കൽ മുഹമ്മദ് കുട്ടിയുടെയും കുഞ്ഞീമിൻ്റെയും മകനായിട്ട് ആയിരുന്നു ജനനം. വീട്ടിൽ മൊത്തം 7 മക്കളായിരുന്നു. മൂത്തത് 3 പെൺമക്കള്, പിന്നെ 4ാമതായിട്ട് ജനിച്ചത് സെയ്താലിക്കുട്ടി ഹാജി എന്ന് പറയുന്ന സെയ്ദക്കായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് 2 പെങ്ങന്മാരും 2 അനിയന്മാരും, അബ്ബാസ് എന്ന് പറയുന്ന, അബൂബക്കർ എന്ന് പറയുന്ന 2 അനിയന്മാരും. അദ്ദേഹവും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും അടങ്ങുന്നതായിരുന്നു ആ കുടുംബം. ബോംബെയിലേക്ക് വണ്ടി കയറി ജീവിതത്തിന്റെ 2 തലയും കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ഏതൊരു മലയാളികളെയും പോലെ തന്നെ സെയ്ദക്കയും ബോംബെയിലേക്ക് വണ്ടി കയറി. അവിടുത്തെ ഒരു കൊല്ലത്തെ പരിശ്രമത്തിൻ്റെയും ജോലിയുടെയും ഭാഗമായിട്ട് അടുത്ത വിളനിലം അല്ലെങ്കിൽ അടുത്ത സ്വപ്ന സാക്ഷാത്കരിക്കാൻ പറ്റിയ ഭൂമി ഗൾഫ് നാടാണെന്ന് മനസ്സിലാക്കി നാട്ടിൽ വരികയും ഒരു വിസ എടുക്കുകയും അന്ന് 1974 31 മാർച്ചിൽ അദ്ദേഹം കപ്പൽ കയറിയാണ് ദുബായിലേക്ക്. MM അക്ബർ എന്ന് പറയുന്ന കപ്പലിൽ ദുബായിലേക്ക് അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. ഒരുപാട് സ്വപ്നങ്ങൾ മാത്രം നിറച്ച പണ്ടവുമായി ഒരു പാസ്പോർട്ടുമായി മരുഭൂമിയിൽ കാലെടുത്ത് വെച്ച സെയ്ദക്ക ഇന്ന് നമ്മൾ ഈ കാണുന്ന ബിസിനസ് സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച്, അതെ, സ്വന്തമായിട്ട് കഠിനാധ്വാനം കൊണ്ട് ഒരുപാട് മേഖലകളിൽ കഴിവ് തെളിയിച്ച അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യങ്ങളായിട്ടുള്ള അൽബസറ ഗ്രൂപ്പ്, അൽസമ്ര ഗ്രൂപ്പ്, VP, അതുപോലെ തന്നെ ബേബി വിറ്റ, അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഗ്രൂപ്പായ സിൽവാൻ ബിസിനസ് ഗ്രൂപ്പ്, ഇതിൻ്റെ എല്ലാം ചെയർമാനായി വന്നിട്ട് ആ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഒരു കഥ പറയുമ്പോൾ കണ്ണീരിൻ്റെയും അധ്വാനത്തിൻ്റെയും കഥകൾ മറന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. മരുഭൂമിയിൽ 10 വർഷമാണ് ഒരൊറ്റ കമ്പനിയിൽ അദ്ദേഹം ജോലി ചെയ്തത്. സ്വപ്നങ്ങൾ നിറഞ്ഞ് ഒറ്റ കമ്പനിയിൽ അദ്ദേഹം ജോലി ചെയ്തത് 10 വർഷക്കാലമാണ്. ഇന്നത്തെ തലമുറക്ക് ഒരു പ്രചോദനമാണ്. ക്ഷമയും കഠിനാധ്വാനവും അദ്ദേഹം 10 വർഷം കൊണ്ട് ആർജിച്ചെടുത്തത് വലിയൊരു മുതൽക്കൂട്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ആദ്യമായിട്ട് ഒരു സ്ഥാപനം 1984 അൽബസറ ഇലക്ട്രിക് കോൺട്രാക്റ്റിംഗ് കമ്പനിക്ക് രൂപീകൃതമാക്കിയത് 10 വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ടായിരുന്നു. ഇതിനിടെ 1975 തന്നെ അദ്ദേഹം ജോലി ചെയ്യുന്ന കമ്പനിക്ക് ആദ്യമായി കിട്ടിയ പ്രൊജക്റ്റായിരുന്നു ഇന്ന് UAE പ്രമുഖമായിട്ടുള്ള ഒരു ടൗണായിട്ടുള്ള ഗിയാത്തി. അന്ന് മരുഭൂമിയായിരുന്നു. അവിടെ ഒരു ടൗൺഷിപ്പ് ഷെയ്ഖ് സായിദ്, മരണപ്പെട്ടു പോയ ഷെയ്ഖ് സായിദ് പ്ലാൻ ചെയ്തപ്പോൾ അവിടേക്ക് ഒരു പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് ആദ്യം യാത്ര തിരിച്ച സംഘത്തിൽ നമ്മുടെ സെയ്ദക്കയും ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് അവർക്ക് കൊടുത്ത ലൊക്കേഷൻ വെച്ച് പോയിട്ട് മരുഭൂമിയിൽ ഒരു ലൈറ്റ് പോൾ അദ്ദേഹം നാട്ടി. അദ്ദേഹത്തിൻ്റെ എൻജിനീയേഴ്സും ഒരു ലൈറ്റ് പോൾ വെച്ചിട്ട് മരുഭൂമിയിൽ 4 സൈഡിലേക്കും ലൈറ്റ് വെച്ച് മരുഭൂമിയിൽ ഒരു വെളിച്ചം തുടങ്ങി. അവിടെയാണ്
ഖിയാത്തി എന്നറിയപ്പെടുന്ന ഇന്ന് നമ്മൾ കാണുന്ന ആ വലിയ ടൗൺഷിപ്പിൻ്റെ തുടക്കം. ഗൾഫ് നാടിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സേവനങ്ങൾ ചെയ്ത അദ്ദേഹത്തെ ഈ അടുത്തായിട്ട് ഗവൺമെൻറ് UAE ഗോൾഡൻ വിസ കൊടുത്ത് അംഗീകരിച്ചു. മനോഹരമായിട്ടുള്ള 50 വർഷം കഠിനാധ്വാനത്തിൻ്റെയും കീഴടക്കലിൻ്റെയും വിജയത്തിൻ്റെയും 50 വർഷം അദ്ദേഹം ഇന്ന് പിന്നിട്ടു. 84-ൽ സ്വന്തമായി ബിസിനസ് തുടങ്ങിയ അദ്ദേഹം പിന്നീട് 91-ൽ റീറ്റെയിൽ ഷോറൂമിലേക്കും തുടർന്ന് അങ്ങോട്ട് ഗൾഫ് നാടുകളിലെ പല മേഖലകളായിട്ട് പല ഡിഫറെൻറ്റ് ബിസിനസ് സാമ്രാജ്യം അദ്ദേഹം കെട്ടിപ്പടുത്തു. കൂട്ടുകാരെയും കുടുംബത്തിനെയും നാട്ടുകാർക്കും ഒരുപാട് തൊഴിലവസരം സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം ഗൾഫുകളിലെ പ്രമുഖ MEP കോൺട്രാക്ടിംഗ് കമ്പനിയാക്കി അൽബസറയെ കൈപിടിച്ച് ഉയർത്തി. പതിറ്റാണ്ടുകൾ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോഴും മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു സ്വപ്നം സ്വന്തം നാട്ടിൽ പോയി സെറ്റിലാവണം, നാട്ടിലൊരു ബിസിനസ് തുടങ്ങണം, നാട്ടിലുള്ള ആളുകൾക്ക് ജോലി കൊടുക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ അണങ്ങാത്ത ആവേശം അത് സിൽവാൻ ടൈൽസ് ഗ്രൂപ്പുമായി ടൈപ്പായി 2012-ൽ കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് മേഖലയിലെ ഹോൾസെയിൽ ഡിവിഷനായി അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ കഞ്ഞിപ്പുര ടൗണിൽ അസർവ സെറാമിക്സ് എന്ന സ്ഥാപനം ഓപ്പൺ ചെയ്യുന്നതോടുകൂടെ കേരളത്തിലേക്കുള്ള ബിസിനസിന്റെ ആദ്യ ചവിട്ടുപടിയായിട്ട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് സിൽവാൻ ഗ്രൂപ്പും അസർവ ഗ്രൂപ്പും തമ്മിൽ സംയോജിച്ചുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ഷോറൂമിന് കഞ്ഞിപ്പുരയിൽ തുടക്കം ആരംഭിച്ചു. 2016-ന്റെ തുടക്കകാലം. അവിടെ നിന്ന് അങ്ങോട്ട് സിൽവാൻ സ്റ്റീൽസ്, അതിൻ്റെ തൊട്ടപ്പുറത്ത് സിൽവാൻ മാർബിൾസ്, അതിൻ്റെ തൊട്ടപ്പുറത്ത് സിൽവാൻ ഇലക്ട്രിക്കൽ, അതിൻ്റെ തൊട്ടടുത്ത് സിൽവാൻ ഇൻറ്റീരിയർ ഫാക്ടറി എന്ന് പറഞ്ഞുകൊണ്ട് സിൽവാൻ ടൈൽസ് ബിൽഡിംഗ് മെറ്റീരിയൽസിനുള്ള ഒരു എക്കോ സിസ്റ്റം കഞ്ഞിപ്പുര എന്ന ചെറിയ അങ്ങാടിയിൽ തുടങ്ങി. അത് ഇന്ന് കേരളത്തിൻ്റെ പല മേഖലയിലായി കാലിക്കറ്റും പാലക്കാടും എറണാകുളത്തും പട്ടാമ്പിയിലും അതുപോലെ തന്നെ കണ്ണൂരുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു നെറ്റ്വർക്കായ സിൽവാൻ ബിസിനസ് ഗ്രൂപ്പിൻ്റെ തുടക്കം 2016 അദ്ദേഹം വളരെ സക്സസ് ആയി നടപ്പിലാക്കി. 10 വർഷത്തിന് മുകളിലായി കേരളത്തിൽ എല്ലാ മേഖലയും ബിൽഡിംഗ് മെറ്റീരിയൽസ് രംഗത്ത് ടൈൽസ്, സാനിറ്ററി, CP ഫിറ്റിംഗ്സ്, മാർബിൾസ്, ഗ്രാനൈറ്റ്, ലൈറ്റ്, ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ്, ഇന്റീരിയർ ഫാക്ടറി, സ്റ്റീൽ, സിമെന്റ് തുടങ്ങിയ ഒരു വീടൊരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ എക്കോസിസ്റ്റവും കോർത്തിണക്കിക്കൊണ്ട് ഒരു വലിയ ഗ്രൂപ്പായിട്ട് സിൽവാൻ ഗ്രൂപ്പ് വളർന്നതോടുകൂടെ ഇന്ന് അദ്ദേഹം മടങ്ങി വന്ന ഭൂമിയിലേക്ക് അത് വീണ്ടും ഒരു തിരിച്ചുവരവായി ദുബായിൽ 2024 സിൽവാൻ ടൈൽസ് ഗ്രൂപ്പിന്റെ ഇന്റീരിയർ ആൻഡ് ടൈൽസ് ഷോറൂമായിട്ട് ദുബായിൽ ഓപ്പൺ ചെയ്യുകയാണ്. മാത്രമല്ല ഈ അടുത്ത വർഷം തന്നെ സൗദിയിലും ആഫ്രിക്കയിലുമായിട്ട് സിൽവാൻ ഗ്രൂപ്പിൻ്റെ ഗ്ലോബൽ എക്സ്പാൻഷൻ പ്ലാനുമായി അദ്ദേഹം മുന്നോട്ട് ഇന്നും 16കാരൻ്റെ ചുറുചുറുക്കോടെ മുന്നോട്ട് കുതിക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയും ഒരുപാട് ആളുകളുടെ കുടുംബങ്ങളിലേക്ക് അന്നമെത്തിക്കുകയും ചെയ്യുന്ന ഈ മഹാമനുഷ്യൻ്റെ യാത്രകൾ ഇവിടെ അവസാനിക്കുന്നില്ല. നാട്ടിലെ സാംസ്കാരിക സാമൂഹിക മേഖലയിൽ നിറസാന്നിധ്യമായ അദ്ദേഹം ആരും അറിയാതെ തന്നെ ഒത്തിരി അനാഥ കുട്ടികളെ ദത്തെടുത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് മദ്രസകൾക്കും പള്ളികൾക്കും മറ്റ് സാംസ്കാരിക സാമൂഹിക മേഖലകൾക്കും കൈയയഞ്ഞ് സഹായം അദ്ദേഹത്തിൻ്റെ കിട്ടാത്ത ആളുകൾ നമ്മുടെ നാട്ടിൽ വിരളമാണ്. വീടിൻ്റെ ആവശ്യത്തിനുള്ള ടൈൽസ് കൊടുക്കുക, സൗജന്യമായി കൊടുക്കുക എന്നൊരു പുതുമയുടെ കാര്യം. നാട്ടിലെത്തിയിട്ട് ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. വീണ്ടും ഒരുപാട് എന്താ പറയുക, ഗൾഫിൽ ഉണ്ടാക്കിയില്ല അപ്പുറം നിങ്ങൾ നാട്ടിൽ ഒരുപാട് സ്ഥാപനങ്ങൾ. ഇപ്പോൾ വീണ്ടും അതേ സ്ഥാപനം കൊണ്ട് വീണ്ടും ഗൾഫിലേക്ക് തന്നെ സിൽവാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോകുന്നത്. എന്താണ് നിങ്ങൾക്ക് ഇത്ര എനർജിയോടുകൂടെ പുതിയ പുതിയ സ്ഥാപനങ്ങൾ തുറക്കേണ്ടതാണ് കാരണം എന്താ? ഞാൻ സത്യത്തിൽ 2018 പോന്നപ്പോൾ 35 കൊല്ലം ജോലി ചെയ്തു, 38 കൊല്ലത്തോളം ജോലി ചെയ്തു. ഇനി റിട്ടയർഡ് ലൈഫ്, വീട്ടിൽ താമസിക്കുക, കുടുംബമായിട്ട് താമസിക്കുക, അത്യാവശ്യം ജീവിക്കാൻ വരുമാനമൊക്കെ ഉണ്ട്, എനിക്ക് അത് ഉദ്ദേശം ഒന്നാണ്. പക്ഷെ വീട്ടിൽ നിന്ന് ഇത്രയും കൊല്ലം ഓടി നടന്ന് 10-15 കൊല്ലം ജോലി ഇട്ട് ഒറ്റ ഇരിപ്പായപ്പോ മാനസികമായിട്ട് ഭയങ്കര ടെൻഷൻ. അങ്ങനെ പല ബിസിനസ് പറ്റി ചിന്തിച്ചപ്പോ വരുന്നൊന്നും നമുക്ക് പറ്റുന്ന ബിസിനസ് അല്ല. അങ്ങനെയാണ് സിൽവാൻ എൻ്റെ അടുത്ത് വന്നിട്ട് നമ്മളെ കൂടെ കൂടുന്നോ ചോദിച്ചപ്പോഴാണ് അവരുടെ കൂടെ ആ കൂടിയത്, ഹോൾസെയിൽ തുടങ്ങി കൂടിയത്. അത് കൂടുന്ന സമയത്ത് ബിസിനസ് ഡെവലപ്പ് ആവും. ഞാൻ പൈസ ഉണ്ടാക്കുന്ന ഉദ്ദേശം എനിക്ക് ഉണ്ടായിരുന്നില്ല. എനിക്ക് വീട്ടിൽ നിന്ന് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ ഓഫീസിലേക്ക്. അവിടെ പോയിരുന്ന സമയം ചെലവഴിക്കാമല്ലോ, രണ്ടാളുകൾക്കിടെ സംസാരിക്കാനുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നു.
പിന്നെ അതെങ്ങനെയോ പടച്ചവന്റെ ഓർത്തുകൊണ്ട് സമയമില്ലാതായി. അതാണ് ഉണ്ടായത്. അതെ അതെ. ഇപ്പൊ ഓരോ ബ്രാഞ്ചിൽ നിന്ന് മറ്റു ബ്രാഞ്ചിലേക്ക് ഓടാൻ തന്നെ ഞാൻ ബ്രാഞ്ച് സെറ്റ് കൊടുക്കുന്നുള്ളൂ. പക്ഷെ അവിടെ എത്താൻ നിങ്ങൾക്ക് നേരല്ലേ, ഓരോ ബ്രാഞ്ചിലേക്ക് എത്താൻ തന്നെ ബ്രാഞ്ചില്ലാത്ത രീതിയിൽ. ദുബൈയിൽ ബ്രാഞ്ച് തുടങ്ങുന്നപ്പോ ഞാനല്ല പിന്നെ പോവാ. അതെ, വീണ്ടും ദുബായിലേക്ക്. അതല്ല, നിങ്ങൾ ജോലിക്കാരനായിട്ട് ദുബായി പോയി അവിടെ ബിസിനസ്സുകാരനായി നാട്ടിലേക്ക് വന്നു, നാട്ടിൽ വേറെ ബിസിനസ് നാട്ടിൽ പിന്നെ ആൾക്കാർ അറിയാൻ തുടങ്ങിയത് സിൽവാനാജി അറിയില്ലായിരുന്നു. പണ്ട് കഞ്ഞിപ്പുരയുള്ള കുറച്ച് ആൾക്കാർക്ക് സുൽത്താൻ എന്ന് മാത്രമേ അറിയുള്ളായിരുന്നു അല്ലെ, കഞ്ഞിപ്പുരയുടെ ആൾക്കാർ പേരിട്ടാണ്. അതെ, പക്ഷെ ഇപ്പൊ സിൽവാനാജി എന്ന് പറഞ്ഞാൽ അറിയാൻ തുടങ്ങി ബിസിനസ് മേഖലയിൽ എല്ലാവർക്കും. പിന്നെ ഇപ്പൊ ദുബൈയിൽ തുടങ്ങുമ്പോ സ്റ്റാർട്ടിങ് ഫീലിംഗ് എന്റെ അതുകൊണ്ടാവട്ടെ ഞാൻ പോയിട്ട് വീണ്ടും വയ്യെങ്കിലും വയസ്സ് 70 ആയെങ്കിലും ഒരുപാട് ആളുകൾക്ക് ജോലി എടുക്കാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് എന്റെ അടുത്ത് 300 ആൾക്കാർ ദുബൈയിൽ ജോലി ചെയ്യുന്നുണ്ട് പലരിലായിട്ട്. ഇവിടെ ഇപ്പൊ 400 മേലായി തന്നെ കണക്കാണ്. ആൾക്കാരൊക്കെ എന്റെ അടുത്തില്ല, ആൾക്കാർ വേറെയുണ്ട്. ഒരുപാട് ആളുകൾക്ക് ജോലി എടുക്കാന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം. അവരുടെ നമുക്ക് കിട്ടുമല്ലോ. അതെ അതെ. പിന്നെ ഒരുപാട് ഞങ്ങളോട് ചോദിക്കാൻ പാടില്ല, എന്നാലും കുറേ കുട്ടികളെ ആരും അറിയാത്ത നിങ്ങൾ ദത്തെടുത്ത് പഠിപ്പിക്കണം. നിങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ട് പോലില്ല 10 രൂപല്ലായിട്ട്. അങ്ങനെ അങ്ങനെ നിങ്ങൾ യാത്രകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. കുറെ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ വർഷത്തെ എന്താ പറയാ, മർക്കസിലാണെങ്കിൽ തക്കാഫൽ എന്നൊരുണ്ട്. അവിടെ കുട്ടികൾ ദത്തിന് അരിയാനുണ്ട്, മാതിലുണ്ട്, പലരുണ്ട്. അതിലൊക്കെ നിങ്ങൾ സന്തോഷം കണ്ടിട്ടുണ്ട്. ആ കുട്ടികളെ കണ്ടിട്ട് പോലും ഇല്ല ഇത്രയും കാലം. പക്ഷെ ഇന്നലെ കണ്ടിട്ടില്ല, കാണാൻ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? പിന്നെ ഇപ്പൊ നാട്ടിൽ തന്നെ ഒരുപാട് പാവപ്പെട്ട വീട്ടുകളിലെ ആളുകൾക്ക് 150 വീടുകൾക്ക് ഫ്ലോറ് നമ്മള് ചാരിറ്റിയുടെ ഭാഗമായിട്ട് സിൽവാൻ ഗ്രൂപ്പ് ചെയ്തു. ഇനി 200 ചെയ്യാൻ പോകുന്നു. ഇതിനൊക്കെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് നമ്മളെ അവകാശമില്ല, എല്ലാവരും പാവങ്ങൾ കൊടുക്കണ്ടേ? പാവം കൊടുക്കണമല്ലോ, ഉണ്ടാക്കി പോരല്ലോ. അതെ, അപ്പൊ നിങ്ങൾക്ക് അതിലൊരു മനസ്സിനൊരു സന്തോഷമുള്ള കാര്യമാണ്. സന്തോഷം. ഞാനിപ്പോൾ തന്നെ സിൽവ അല്ലാത്ത ആൾക്കാർ വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട്, 4 വീട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, പണി നടക്കുന്നുണ്ട്, സ്ഥലം കൊടുക്കുന്നുണ്ട്, കുറച്ച് 10 ആൾക്കാർ വീട് കൊടുക്കാൻ. അതെ, അപ്പൊ സിൽവാന്റെ ചാറ്റിന് നമ്മളവിടെ ഒരു ലാൻഡ് കൊടുത്തിട്ട് അതിൽ നിന്ന് ഒരുപാട് പാവപ്പെട്ടവർക്ക് വീടുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ട്. റോഡൊന്നും ശരിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പൊ അതും ഏകദേശം നിങ്ങൾ 50 വർഷത്തിൽ പ്രഖ്യാപിക്കാണ്. സിൽവാൻ ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ടാക്കിയിട്ട് അതിന്റെ അണ്ടറിൽ നമ്മള് 20ഓളം വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മളെ സ്റ്റാഫിൽപ്പെട്ട ആളുകളും ഉണ്ട് അല്ലെ? സ്റ്റാഫിലുണ്ട് റോബർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല, കാരണം സ്ഥലത്തേക്കുള്ള റോഡിന് കുറച്ച് മുനിസിപ്പാലിറ്റി ആയിട്ട് കുറച്ച് പ്രശ്നമായ കാരണത്താല്. അതെ അതെ. അല്ല, അന്ന് നിങ്ങളെ മാനേജറായിട്ടുള്ള റോബർട്ടിനൊക്കെ തീരുമാനിച്ചിട്ടുണ്ടല്ല. കൂടെ നടക്കുന്ന ആളുകൾക്കൊക്കെ വീടില്ലാത്ത പ്രയാസപ്പെടുന്ന ആൾക്കാർ. അത് നല്ലൊരു തീരുമാനമായി. എന്തായാലും നിങ്ങളുടെ യാത്രയിൽ അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യം തരട്ടെ. നിങ്ങളെ ബാക്കിൽ നിങ്ങളിങ്ങനെ പാത വെട്ടി തെളിയിച്ചു തരികയാണ് നമ്മളൊക്കെ ഉള്ള പോലെ ആളുകൾക്ക്. അപ്പൊ ആ പാതയിലൂടെ വഴി തെറ്റാതെ പിന്നാലെ വരാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണീരൊപ്പുന്ന ആ മഹാനായ മനുഷ്യന്റെ ഇനി അങ്ങോട്ടുള്ള വിജയത്തിന് വേണ്ടിയും എന്നും 16കാരന്റെ ചുറുചുറുക്കോടെ എനർജറ്റിക് ആയിട്ട് ഈ കാണുന്ന എല്ലാ ബിസിനസ് ഗ്രൂപ്പിനും ഒരു കപ്പിത്താനായിക്കൊണ്ട് അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ആരോഗ്യത്തോടുകൂടെ ദീർഘായുസോടുകൂടെ മുന്നിൽ നിന്ന് നയിക്കാൻ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരക്കാൻ നമുക്കും സർവശക്തൻ തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. ഹായ്, ഞാൻ ഷുഹൈബ് സിൽവ. ഇന്ന് പ്രിയങ്കരനായിട്ടുള്ള അൽബസ്ര ഗ്രൂപ്പ്, സിൽവാൻ ഗ്രൂപ്പ്, ബെസ്റ്റ് ഇന്ത്യ, ബേബി വിറ്റ, ഇതിൻ്റെയൊക്കെ ചെയർമാനായിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സൈദാലിക്കുട്ടി ഹാജി, അദ്ദേഹത്തിൻ്റെ 50-ാം വാർഷികം, വിദേശ മണ്ണിൽ കാലുകുത്തിയതിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന സുന്ദര വേളയിൽ അദ്ദേഹത്തിന് ആത്മാർത്ഥമായിട്ട് അഭിനന്ദനം അറിയിക്കുന്നതിനോടൊപ്പം ഞാൻ എൻ്റെ ഒരു പിതാവ് എന്നുള്ള രീതി അൽബസ്രയുടെ ചെയർമാനും സിൽവാൻ്റെ ചെയർമാനും ഒക്കെ ആണെങ്കിലും അതിലൊക്കെ ഉപരിയായിട്ട് ഞാൻ എന്നൊരു വ്യക്തി എൻ്റെ ഒരു പിതാവിൻ്റെ ഞാനൊരു റോൾ മോഡലായിട്ട് കണ്ടിട്ടുള്ള, ഞാൻ എവിടെയെങ്കിലും ഇന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കാരണക്കാരനായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട പിതാവിന് ഒരുപാട് ദീർഘായുസ്സും ആഫിയത്തും ഉണ്ടായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോട് കൂടെ അദ്ദേഹത്തിന് ഒരുപാട് ആശംസകളും കൂടി അറിയിക്കുകയാണ് ഈ സുന്ദര നിമിഷത്തിൽ. അസ്സലാമു അലൈക്കും. ഞാൻ ഷബീർ, അൽബസ്ര ഗ്രൂപ്പിൻ്റെയും സിൽവാൻ ഗ്രൂപ്പിൻ്റെയും ചെയർമാനായ എൻ്റെ ഉപ്പയുടെ പ്രവാസത്തിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഇവിടെ എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ നേരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഇനിയും ഒരുപാട് കാലം സഞ്ചരിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹായ്, അസ്സലാമു അലൈക്കും. Today as we celebrate 50 years of your expat life, I would like to express my heartfelt congratulations. You have been my role model and the greatest inspiration.
For each and every step which I took in life, there was your guiding light. Thank you once again for not only being my dad, but my greatest inspiration and mentor. Today, as we celebrate this remarkable day, I would like to wish you all the success in your future endeavors. Thank you once again, and I love you, Dad. ഉപ്പാടെ ജീവിതം എനിക്ക് എന്നും ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ഇപ്പോൾ അന്ന് കൊണ്ട വെയിലാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന തണൽ. As a daughter, I am proud to have witnessed your achievements and to have learned from your wisdom. Congratulations on reaching this milestone of 50 years as an expat. May Allah bless you with all health, happiness and success. Thank you. Assalamu alaikum and a very pleasant good evening all. Hope you are doing good. As all you know, Haji sir is celebrating his 50th anniversary of his expat life. So, as a part of his family, as a part of his business, we know he is very motivating, he is inspiring. What else we say? He's restless. We never see him sitting without any job. He's always restless. So as a family and from a part of our company, we are wishing him a healthy, wealthy, prosperous life in the future, and we wish him all the best in the future and all the success. And we are very proud to be a part of his family and his endeavors. Thank you. Myself, Anshad, signing off. അസ്സലാമു അലൈക്കും. ഞാൻ സുഹൈല്. എൻ്റെ ഉപ്പയാണ് എനിക്ക് ജീവിതത്തിലും ബിസിനസ്സിലും റോൾ മോഡൽ. ഇനിയും എൻ്റെ ഉപ്പാക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. അൽബസ്ര സിൽവാൻ ഗ്രൂപ്പ് ചെയർമാനും എൻ്റെ പ്രിയ ജ്യേഷ്ഠനുമായ സൈദാലിക്കുട്ടി ഹാജി പ്രവാസ ജീവിതത്തിൻ്റെ 50 വർഷം പിന്നിടുകയാണ്. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ ആശംസകളും നേരുന്നു. അതുപോലെ ഇനിയും നമുക്കൊക്കെ ഊർജം പകരാൻ നാഥൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. UAE പ്രവാസ ജീവിതം 50 വർഷം പൂർത്തിയാക്കുന്ന സിൽവാൻ അൽബസ്ര അൽസമ്ര ഗ്രൂപ്പ് ചെയർമാനും എൻ്റെ ജ്യേഷ്ഠനുമായ സൈദാലിക്കുട്ടി ഹാജിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. Today we celebrate a momentous milestone, 50 remarkable years of success, dedication and perseverance in the vibrant city of Dubai. Mr. Saidalikutty Haji Sir, chairman of Al Basra Group and Silvan Business Group, with his unwavering commitment and entrepreneurial spirit, has significantly contributed to the fabric of this dynamic metropolis. Here's to 50 years of success and many more years to come. Your legacy will continue to inspire generations to come. We love you. UAE-ലെത്തി 50-ാം വാർഷികം ആഘോഷിക്കുന്ന സിൽവാൻ ഗ്രൂപ്പ് ചെയർമാൻ സൈദാലിക്കുട്ടി ഹാജിക്ക് എല്ലാവിധ ആശംസകളും. ഹായ് ഓൾ. പ്രവാസത്തിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ ചെയർമാൻ സെയ്ദുക്കാക്ക് നമ്മുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഗൾഫിലെത്തിയിട്ട് ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന നമ്മുടെ പ്രിയ ചെയർമാൻ സൈദാലിക്കുട്ടി ഹാജിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.